ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൺഡേ ആണ്. സൺഡേസിൽ ഞാൻ കുറച്ച് സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതൊരു വീഡിയോ ആക്കാന്ന്. അങ്ങനെ ഭയങ്കര ഫാൻസി കൈൻഡ് ഓഫ് സെൽഫ് കെയർ ഒന്നുമല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. സിമ്പിൾ മാത്രമല്ല, കുറച്ച് ഫീൽ ഗുഡ് തിങ്സ് അങ്ങനെയൊക്കെ. ഞാൻ മുന്നേയുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ രാവിലെ എണീറ്റിട്ട് മുറ്റത്തൂടെ നടക്കാനൊക്കെ ഇഷ്ടമാണ്. എപ്പോഴൊന്നും ഞാനിങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ചെയ്യുന്ന ദിവസമൊക്കെ നല്ലതായിരിക്കും. ഇത് ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ആ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞാലുള്ള അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട വെള്ളയപ്പവും പിന്നെ ചായയും കൂടെ ഉണ്ടായിരുന്നു. പേഴ്സണലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെങ്കിൽ അന്നത്തെ ദിവസം കുറച്ച് ഓക്കെ ആയിരിക്കും. അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ന് സെൽഫ് കെയർ ഒക്കെ ചെയ്യേണ്ടത് കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. തലേ ദിവസം തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ രാവിലെ ആയപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഒന്നുകൂടെ ഷോർട്ടാക്കി അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ഒന്നുകൂടെ എഴുതുകയാണ്. മെയിനായിട്ട് എല്ലാ വീക്കിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും തല നനച്ച് കുളിക്കാറുണ്ട്, പക്ഷെ വീക്കിലി ഒരു ദിവസം മാത്രം വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കും. ആദ്യം തന്നെ മുടിയൊക്കെ ശരിയാക്കി ഒതുക്കി വെച്ചു. ഇനി ഓയിൽ ഇടണം. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. ഒന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ തലയിൽ തേക്കുന്നത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഞാൻ ചൂടാക്കുന്നത്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്റ്റവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ച് ചൂടാക്കുന്നു. ആ വെള്ളത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള വേറൊരു പാത്രം വെച്ച് കൊടുക്കുന്നു. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടാൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും. എന്റെ ലിസ്റ്റിൽ സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ട് ഫിസിക്കലി ചെയ്യുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. വീക്ക്ലി എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തുടങ്ങിയാൽ ഏകദേശം ഉച്ചയാവും ഒക്കെ കഴിയണമെങ്കിൽ. കുളിച്ച് പുറത്ത് വരുമ്പോഴേക്കും ഉച്ച സമയമാവും. അപ്പൊ എന്തായാലും നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നു, മസാജ് ചെയ്യുന്നു, അതൊക്കെ തന്നെ. ഈ ഒരു കഴിഞ്ഞ 4 ആഴ്ചയായിട്ടാണ് ഞാൻ ഇതിൽ കൺസിസ്റ്റന്റ് ആയത്. അല്ലാതെ വല്ലപ്പോഴും തോന്നുമ്പോൾ ചെയ്യുള്ളൂ. എന്നിട്ടൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പം ഷാമ്പൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് കഴുകിക്കളയും. ആ ഒരു കുളി ഒരു 1.5 കുളിയാണ്. കുറെ സമയം എടുത്ത് കുളിച്ച് പുറത്ത് വരുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രയ്ക്കും അടിപൊളിയാണ്. പുറത്ത് വന്ന ഹെയർ ഒക്കെ ഒന്ന് എയർ ഡ്രൈ ചെയ്തതിന് ശേഷം ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എപ്പോഴൊന്നും ഞാൻ ചെയ്യാറില്ല, പക്ഷെ ചില ദിവസം മാത്രം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കുറച്ച് നല്ലൊരു ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ ചെയ്യണം. അപ്പം നല്ല സ്മെല്ലൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഉച്ച സമയം ആയിട്ടുണ്ട്. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ്, മൈൻഡ് ആണെങ്കിലും ബോഡി ആണെങ്കിലും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറേ ടൈം എടുക്കും കുളിച്ച് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ നമുക്ക് ചെറുതായിട്ട് ഉറക്ക് വരും, നല്ലൊരു ഉറക്കൊക്കെ വരും. അത് കഴിഞ്ഞ് നേരെ ലഞ്ച് കഴിക്കാൻ പോയി. ഇന്ന് നല്ല കറി, ഉപ്പേരി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ഒരു ഓളത്തിന് ഇങ്ങനെ ഒരു ഉപ്പിലിട്ട മാങ്ങയും കൂടെ എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴൊന്നും എടുക്കാറില്ല, പക്ഷെ ഇന്ന് ഞാൻ എടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കണമെങ്കിൽ വെറും ചോറും കുറച്ച് ഉപ്പേരിയും മാത്രം മതി. ഇന്ന് കുറച്ച് കറി സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഉപ്പേരി മാത്രം മതി എനിക്ക് ചോറ് കഴിക്കാൻ. അങ്ങനെ ഈ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാലുള്ള എൻ്റെ ഒരു ശീലാണ് എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കുന്നത്. അതിപ്പോൾ എന്തായിക്കോട്ടെ, എന്തെങ്കിലും ഒരു മധുരമുള്ള വേണം. ഇന്ന് കഴിക്കാനായിട്ട് ഇവിടെ ഒരു നെയ്യപ്പം ഉണ്ടായിരുന്നു. ഇതിന്റെ ആ മുരിഞ്ഞ ഭാഗം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. ഉള്ളിലുള്ള ആ ഒപ്പം പോലത്തെ സാധനം എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ അതാടെ വെച്ചിട്ട് ആ മുരിഞ്ഞ ഭാഗം മാത്രം ഞാൻ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് സുഡിയോന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2 നെയിൽ പോളിഷ്. അതിൽ നിന്ന് ഒന്ന് ഇട്ട് നോക്കാന്ന്. ഇത് ആക്ച്വലി അമ്മ സെലക്ട് ചെയ്തതാണ്. വെറുതെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഭംഗിയുണ്ടെങ്കിൽ എടുക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് 2 എടുത്തു. ഞാൻ കൂടുതലും നല്ല മോസ്റ്റ് ഓഫ് ദ ടൈം ആ ഒരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് ഇടാറ്. ഇത് കുറച്ച് ഡാർക്ക് കളറാണ്, എന്നാലും ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്. ഈ ഒരു നെയിൽ പോളിഷ് ഒക്കെ കാണിച്ചുകൊണ്ട് ഞാനൊരു സ്റ്റുഡിയോ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നെയിൽ പോളിഷ് അപ്ലിക്കേഷൻ വീഡിയോ ഇടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പുറത്തായി പോവാറുണ്ട്, അത് തുടച്ച് കളയും, അങ്ങനെയൊക്കെ. ക്യാമറയിൽ നോക്കുമ്പോൾ ഇത് കുറച്ച് ബ്ലാക്ക് കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അല്ലാണ്ട് നേരിട്ട് കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ബ്രൗൺ കളറാണ്, ഒരു കോഫി ബ്രൗൺ കളറൊക്കെ പോലെ ഉണ്ട്. ഇനി ഒരു ഉറക്കം ഉറങ്ങി ഗൈസ്, നല്ല ഉറക്കം ഉറങ്ങി. അങ്ങനെയൊക്കെയാണ് എൻ്റെ സെൽഫ് കെയർ. ഉറക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് രാത്രി ആയിട്ടോ. ഇനിയിപ്പോൾ ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, രാത്രി മാത്രമേ ഞാൻ പ്രൊഡക്റ്റീവ് ആവാറുള്ളൂ. ഉച്ചവരെ നമ്മൾ സംഭവങ്ങളൊക്കെ ചെയ്തു, ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങി, പിന്നെ വൈകുന്നേരമായി, രാത്രിയായി. ഓക്കെ, ഇത്രേ നടക്കുന്നുള്ളൂ. ഞാൻ രാവിലെ എഴുതി വെച്ച ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്തതൊക്കെ കട്ട് ചെയ്ത് മാറ്റാണ്. ഇന്ന് തന്നെ കാലിന്റെ നഖം കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അത് ചെയ്യണമെങ്കിൽ നമ്മൾ തലയിൽ വെളിച്ചെണ്ണ തേക്കൂലേ, എന്നിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ പിടിപ്പിച്ച് നിർത്തുന്ന ആ ഒരു സമയത്ത് ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡിക്ക് മാത്രം കൊടുക്കുന്നതല്ല, മെന്റലി നമ്മൾ കുറച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റാണ്.
ഈ ഒരു ബുക്ക് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിൻ്റെ ആ ഒരു കവർ പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് ജേണലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ച് വേണ്ട പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കാന്നാണ് വിചാരിച്ചത്. ഇതെങ്ങനെയാണ് പ്രിന്റ് ചെയ്യാന്ന് അറിയാത്തവരോട് പിൻട്രസ്റ്റ് പോവുക, എന്നിട്ട് പ്രിന്റബിൾ സ്റ്റിക്കേഴ്സ്ന്നോ പ്രിന്റബിൾ സ്റ്റിക്കേഴ്സ് ഫോർ ജേണലിനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നോളും. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്യാൻവ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് എടുക്കുക. അതിൽ സൈസ് കസ്റ്റമൈസ് ചെയ്തിട്ട് A4ന്റെ സൈസായിട്ട് കൊടുക്കുക, ലെങ്ത്തും ബ്രെഡ്ത്തും. എന്നിട്ട് ആ ഒരു ബ്ലാങ്ക് പേജിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ക്യാമറ റോൾന്നോ അങ്ങനെ എന്തോ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയൊക്കെ സൈസിലാണ് വേണ്ടത് ആ ഒരു സൈസിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യുക. ഞാൻ PDF പ്രിന്റ് കൊടുത്തിട്ടാണ് ഡൗൺലോഡ് ചെയ്യാറ്. എന്നിട്ട് ഈ ഒരു ഫയൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ പ്രിന്റ് ചെയ്യേണ്ടത് അവിടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കളർ പ്രിന്റിൽ A4ൽ ചെയ്തു തരാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരും. ഇനി ഇതൊന്നും ചെയ്യാൻ വയ്യാന്നാണെങ്കിൽ വെറുതെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിന്റിംഗ് ഷോപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവരോട് സെറ്റ് ചെയ്തിട്ട് ചെയ്തു തരാൻ പറഞ്ഞാലും മതി. A4 ഷീറ്റിൽ കളർ പ്രിന്റ് ചെയ്തു തരാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരും. ഇങ്ങനെ കളർ പ്രിന്റ് ചെയ്യാൻ എത്രയാണെന്ന് ചോദിച്ചാലും എനിക്ക് ഇവിടെ ഒരു A4 ഷീറ്റിന് 15 രൂപയാണ് കളർ പ്രിന്റിന്. ഇവിടെ നിന്ന് എടുത്തു പറയാൻ കാരണം പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇറ്റ് ഡിപ്പെൻസ്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് സെറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ചാർജും കൂടെ ചിലപ്പോൾ അവർ വാങ്ങിക്കും. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാലും മനസ്സിലായിക്കോളും. ഇല്ലെങ്കിൽ ജസ്റ്റ് എങ്ങനെയാണെന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും കിട്ടും. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ കവർ പേജിൽ ഞാൻ മൈക്കൈൻ്റെ തെറാപ്പി എന്ന മാഗസിൻ ലെറ്റേഴ്സിന്ന് ആ ലെറ്റേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാനാണ് വിചാരിക്കുന്നത്. അത് ആക്ച്വലി എൻ്റെ ഇൻസ്റ്റഗ്രാം യൂസർ നെയിമാണ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ്. എനിക്ക് 2 ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് സീക്രട്ട് സ്റ്റാറിനായിട്ട് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. പിന്നെ എൻ്റെ മെയിനായിട്ട് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൈക്കൈൻ്റെ തെറാപ്പിയിലാണ് അപ്ലോഡ് ചെയ്യാറ്. ആ ഒരു യൂസർ നെയിമാണ് ഈ ഒരു ബുക്കിൻ്റെ ടൈറ്റിലായിട്ട് ഞാൻ കൊടുക്കുന്നത്. കുറച്ചധികം പിക്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എവിടെ ഒട്ടിച്ച് സെറ്റ് ആക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് മാത്രം കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 പേരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുമുണ്ട്. അവരൊക്കെ നല്ല ഹാപ്പിയാണ്. ഗിഫ്റ്റൊക്കെ ഞാൻ വേഗം തന്നെ അയക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ചക്കുള്ളിൽ അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാം. അതുപോലെ തന്നെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ഷോർട്സിന്റെ കമന്റ്സിൽ കുറേ പേര് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 3 പേരെയല്ലേ നമുക്ക് വിന്നേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും കുറേ പേർക്ക് തരണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഇനിയും ഗിവ് അവേസും കാര്യങ്ങളൊക്കെ വെക്കുമല്ലോ, അപ്പം നമുക്ക് നോക്കാലോ. അതുപോലെ തന്നെ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ ചെയ്തത് ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ ആണ്. ഈ ചാനലിൽ തന്നെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ ആയിട്ട് ഒരു 25K ഇനിയൊരു ഗിവ് അവേ വെക്കാം. അപ്പം നമുക്ക് നോക്കാം. ഇനി എന്തായാലും നമുക്ക് കവർ പേജ് സെറ്റ് ആക്കാം. അതിന് വേണ്ടിയിട്ട് മൈക്കൈൻ്റെ തെറാപ്പിന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യുക. സാധാരണ പേരാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറ്, പക്ഷെ എന്തോ എനിക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നിയത്. ഇനി ഞാൻ സൈഡിലായിട്ട് ആ ഒരു ഗ്രിഡ് ലൈൻസ് വരുന്ന കുഞ്ഞു പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ ഏതോ ഒരു ജേർണൽ ചെയ്തതിന്റെ ബാക്കി വരുന്ന ഒരു പേപ്പർ ആയിരുന്നു, അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ ഫ്ലവേഴ്സിനൊക്കെ ആ ഒരു ഗ്രിഡ് പേപ്പറിന്റെ കൂടെ ചേർത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കവർ പേജിൽ ഞാൻ ഫ്ലവേഴ്സ് മാത്രമേ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ പിക്ചേഴ്സ് ഒന്നും സ്റ്റിക്ക് ചെയ്തില്ല. എന്തോ എനിക്കിത് മതിയെന്ന് തോന്നി. ഇനിയിപ്പോൾ ഇത് എങ്ങനെയുണ്ട്, ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ഇഷ്ടമായിട്ടുണ്ട്, കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ഈ ഒരു ബ്രൗൺ പേപ്പറിൽ അങ്ങനെ ചെയ്യാറില്ലല്ലോ, ബ്രൗൺ കളർ വരുന്ന ഈ ഒരു കവറിലൊന്നും. അപ്പോൾ ചെയ്തപ്പം കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു നോട്ട്ബുക്ക് ഞാൻ കുറച്ച് മുന്നേ എജുമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. കുറേ പേജസ് ഒന്നുമില്ല, കുറച്ച് പേജസ് ഒക്കെ ഉള്ളൂ, പക്ഷെ നല്ലൊരു കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്.
ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, പ്ലാനിങ് ആണ്. ഈ ഒരു വീക്കിൽ കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് എഴുതി വെക്കാന്ന്. പിന്നെ ഈ ഒരു ജേർണൽ ബുക്ക് എടുത്തിട്ട് കുറേ നാളായി. ഞാൻ ക്രിസ്മസിന്റെ സംഭവമൊക്കെ ചെയ്തത് ഈ ഒരു ബുക്കിലായിരുന്നു. ഇതിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്താ റാൻഡം ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണിത്. അപ്പൊ ഇതിലേക്ക് പ്ലാൻ ചെയ്ത് എഴുതാന്ന് വിചാരിച്ചിട്ട് എഴുതുകയാണ്. പിന്നെ എന്താ, നമ്മളിപ്പോൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ കുറേ നാളായിട്ട് പറയുന്ന കാര്യമാണ്, ഡെയിലി ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ് എന്നൊക്കെ. എത്ര പറഞ്ഞാലും അതങ്ങ് വർക്കൗട്ട് ആവാറില്ലായിരുന്നു. പക്ഷെ ദിസ് ടൈം വർക്കൗട്ട് ആക്കി ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല പ്രൗഡാണ്. അതുപോലെ തന്നെ ഞാൻ ജേർണലിംഗ് ഒരു സീരീസ് പോലെ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഞാൻ ചെയ്യും. കൂടെ തന്നെ എന്തെങ്കിലും കുറച്ച് ഹാപ്പനിങ് ആയിട്ടുള്ള ഡേ ആണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ കുറച്ച് ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം. വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അതിനൊന്നും എനിക്ക് പറ്റിയില്ല. പ്രോപ്പറായിട്ട് ഒരു സൺഡേ വ്ലോഗ് ഞാൻ വേറെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിൽ കുറച്ചുകൂടെ സെൽഫ് കെയർ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എനിക്ക് സ്കിൻ കെയർ കാര്യങ്ങളില്ല. ഞാൻ ഫേസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. അതാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത്. കാണിക്കാനൊന്നും ഇല്ലല്ലോ. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി തന്നെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട്, നന്നായി റെസ്റ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സെൽഫ് കെയർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെൽഫ് കെയർ ഡേ ആയിട്ടില്ലെങ്കിൽ ഒരു ഡേ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.